ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ ഇന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നാപക യോഹന്നാന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈശോയുടെ പിന്നാലെ വന്ന സ്നാപകൻ്റെ പിന്നാലെ വന്ന ഈശോ ഒരു സ്ഥലത്ത് സ്നാപക സ്നാനം കൊടുക്കുന്നു, മറുസ്ഥലത്ത് ഈശോ സ്നാനം കൊടുക്കുന്നു. അപ്പോൾ ആളുകൾ പതുക്കെ ഈശോയിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ പരാതി സ്നാപകൻ്റെ അടുത്തെത്തുക. അപ്പോൾ സ്നാപകൻ്റെ അടുത്തെത്തുമ്പോൾ സ്നാപകൻ പറയുന്നതാണ്, അവൻ വളരണം, ഞാൻ കുറയണം. ദൈവം എൻ്റെ ജീവിതത്തെ വളരണമെന്നുള്ള ചിന്ത നീ ഒന്ന് വളർത്തി നോക്കിയേ. എപ്പോഴും എനിക്ക് വളരണം, എൻ്റെ കുടുംബം വളരണം, എൻ്റെ മക്കൾ വളരണം, ഒക്കെ എല്ലാം നല്ല കാര്യമാണ്, വളർന്നോട്ടെ. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ വളരണം, എൻ്റെ ദൈവം എൻ്റെ മക്കളെ വളരണം, എൻ്റെ ദൈവം എൻ്റെ ചുറ്റുപാടുകൾ വളരണം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരണം. ജീവിത മേഖലകളിൽ ക്രിസ്തുവിനെ എടുത്തു കാണിക്കുവാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കി. നിന്നെ താഴ്ത്തി വെച്ചിട്ട് നീ താഴെ നിൽക്കണം. നിന്നെ താഴ്ത്തി വെച്ചിട്ട് അവൻ വളരട്ടെ, ക്രിസ്തു വളരട്ടെ. ആ മനോഭാവത്തോടൊരു ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു നോക്കിയേ. ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. ജീവിതത്തിൽ ശരിക്കും സമാധാനം അനുഭവിക്കാൻ നിനക്ക് സാധിക്കും. വലിയ വലിയ വിടുതലുകൾ നീ ദർശിക്കും. ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിനക്ക് മഹത്വം കൊടുക്കുവാന്, എപ്പോഴും നിന്നെ ജീവിതത്തെ ഉയർത്തി കാണിക്കുവാന്, എപ്പോഴും നീ ജീവിതത്തിൽ വളരണമെന്ന ബോധ്യത്തോടു കൂടി ആഗ്രഹിക്കുവാനും ആ ബോധ്യത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട നന്മകള്, കൃപകള്, സമാധാനം, ശാന്തി എല്ലാം നൽകി അനുഗ്രഹിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.